അടുത്ത 5 വർഷത്തേക്ക് HR മേഖലയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള എന്തൊക്കെ ജോബ് റോളുകളാണുള്ളത്? ഇപ്പോഴത്തെ ഒരു സെനാറിയോ ഞാൻ ആദ്യം പറയാം. നമ്മളിപ്പം HR എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ സീനിയർ HR എക്സിക്യൂട്ടീവ്, പേറോൾ എക്സിക്യൂട്ടീവ്, HR ഓഫീസർ, HR മാനേജർ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഫൈലെല്ലാം കിടക്കുന്നത്. ഇതിന് ഒരു ആഫ്റ്റർ 5 years എന്ന് പറയുമ്പോൾ എയുടെ ഒരു പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ നമുക്ക് HR സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. HR ഡാറ്റ അനലിസ്റ്റ് ഉണ്ടാവും, HR സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, HR ഫങ്ഷണലിസ്റ്റ് ഉണ്ടായിരിക്കും, സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടായിരിക്കും, HR ടാലന്റ് അക്വിസിഷൻ മാനേജേഴ്സ്, അതുപോലെയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു പ്രൊഫൈലിൽ വരുന്ന മാറ്റങ്ങൾ. HR നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HR സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയ HR കോഴ്സുകൾ പഠിക്കുക എന്ന് മാത്രമാണ്. മുമ്പത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ MBA HR എടുത്തവർക്കാണ് ഏറ്റവും കൂടുതൽ HR എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് MBA എടുത്തവർക്ക് മാത്രമേ HR ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഇനിയുള്ളത് റെഡി ടു വർക്ക് ആയ ആളുകളാണ്. റെഡി ടു വർക്ക് മീൻസ് HR വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള സ്കില്ല് അക്വയർ ചെയ്തവരെയാണ് നമുക്ക് ആവശ്യം. സോ ആഫ്റ്റർ 5 years നമുക്ക് HR സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ HR ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ എവിടെയാണോ പഠിപ്പിക്കുന്നത് എവിടെയെങ്കിലും പോയി പഠിച്ചാൽ പോരാ, അത് പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടുന്ന എവിടെയെങ്കിലും പോയി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.